നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് സെക്കുലറിസവും സോഷ്യലിസവും എന്ന് പറയുന്ന വാക്കുകൾ. അതുകൊണ്ട് ഈ രണ്ടും റിവ്യൂ ചെയ്യണമെന്ന ആവശ്യവുമായി RSS രംഗത്ത് വന്നിട്ടുണ്ട്. ദത്താത്രേയ ഹൊസബാളെ ഇന്നലെ ഒരു പരിപാടിക്കിടയിൽ ഇത്തരമൊരു ആശയം മുന്നോട്ട് വെച്ചു. എനിക്ക് തോന്നുന്നു 42ാം ഭേദഗതിയിലാണ് 1976 42ാം ഭേദഗതിയിലാണ് ഈ രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്തത്. അംബേദ്കർ ആദ്യം ഭരണഘടന വിഭാവനം ചെയ്യുമ്പോൾ ഇല്ലാതിരുന്ന ഈ രണ്ട് കൺസെപ്റ്റുകൾ പിന്നീട് കൂട്ടിച്ചേർക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഹിന്ദു രാഷ്ട്രം എന്നതിലേക്ക് RSS എത്തിക്കൊണ്ടിരിക്കുകയാണോ? അതിനുള്ള മുന്നോടിയായാണോ ഇങ്ങനെ ഈ ഒഴിവാക്കണം എന്ന് പറയുന്നത്? ഇതുമായിട്ട് സംസാരിക്കുമ്പോൾ, ഇതിനെപ്പറ്റി പറയുമ്പോൾ നമ്മൾ കുറച്ച് പിറകിലോട്ട് പോകേണ്ടി വരും എന്ന് പറഞ്ഞാൽ, ഇന്ത്യ പാരമ്പര്യമായിട്ട് ശീതയുദ്ധകാലത്ത് പോലും അമേരിക്കയും സോവിയറ്റ് യൂണിയനും വലിയ ശക്തികളായിരുന്ന സമയത്ത് രണ്ട് പക്ഷത്തും ചേരാതെ ഒറ്റയ്ക്ക് നിൽക്കുകയായിരുന്നല്ലോ, സ്വതന്ത്രമായിട്ടുള്ളൊരു അങ്ങനെ ആയിരുന്നല്ലോ വൈപ്പ്. പക്ഷേ 1962 ചൈനീസ് ആക്രമണത്തിന് ശേഷം അന്നത്തെ പ്രധാനമന്ത്രി, അതിനുശേഷം വന്ന പ്രധാനമന്ത്രിയായിട്ടുള്ള ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യ ഒരു ആണവ ശക്തി ആവേണ്ടതിൻ്റെ ആവശ്യകത കണ്ടറിഞ്ഞ വ്യക്തിയാണ്. അതുമായിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു അപ്രതീക്ഷിതമായിട്ടുള്ളൊരു സംഭവം നടക്കുന്നത്. അത് സോവിയറ്റ് യൂണിയൻ നടത്തിയൊരു സർജിക്കൽ സ്ട്രൈക്ക് എന്നാണ് പറയപ്പെടുന്നത്. 1966 ജനുവരി 11 താഷ്കൻഡിൽ വെച്ച് അന്നത്തെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി കൊല്ലപ്പെടുകയാണ്. അപ്പോൾ കൊല്ലപ്പെട്ടതിന് ശേഷം പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണട ഫ്ലാസ്കിൽ നിന്ന് വളരെ വൈറ്റലായിട്ടുള്ള എവിഡൻസ് കിട്ടും എന്നാണ് ധാരണ ഉണ്ടായിരുന്നത്. കാരണം അവസാനമായിട്ട് അദ്ദേഹം ഫ്ലാസ്കിൽ നിന്ന് ഉള്ള പാലോ ചായയോ എന്തോ കുടിച്ചിട്ടാണ് അദ്ദേഹം മരണമടയുന്നത്. അതൊന്നും കിട്ടിയിട്ടില്ല. അത് വലിയൊരു സംശയം ഉണ്ടാക്കി, വലിയ ആരോപണങ്ങളുണ്ടാക്കി, ചോദ്യങ്ങളുണ്ടാക്കി. പക്ഷേ അതിന് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായി അത് മുങ്ങിപ്പോയി. അതിനുശേഷം പ്രധാനമന്ത്രിയായിട്ട് വരുന്നത് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ്റെ ഒരു കളിപ്പാവയാണ് ഇന്ദിരാഗാന്ധി എന്നുള്ളതിന് സംശയമില്ലാത്ത തരത്തിലുള്ള തെളിവുകളുണ്ട്. അതിനുശേഷം അടിയന്തരാവസ്ഥ വന്നപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് അന്നത്തെ സോവിയറ്റ് റഷ്യയായിരുന്നു. കുൽദീപ് നയ്യാരെ പോലുള്ള സീനിയർ പത്രപ്രവർത്തകർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അത് സോവിയറ്റ് യൂണിയൻ്റെ ഒരു രീതിയാണ്, സോവിയറ്റ് യൂണിയൻ്റെ ആവശ്യമായിരുന്നു എന്നാണ് പറഞ്ഞത്. അന്ന് സോവിയറ്റ് യൂണിയൻ്റെ ആൾക്കാർ ഇന്ത്യയിൽ വന്നിട്ട് ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് സംസാരിച്ചിട്ട് ഇന്ദിരാഗാന്ധിയുമായിട്ട് സഹകരിച്ച് പോകണം, അവരെ എതിർക്കാൻ പാടില്ല എന്ന് പോലും പറഞ്ഞു പോകുന്നതായിട്ട് തെളിവുകളുണ്ട്. അപ്പോൾ അങ്ങനെയായിരുന്നു അന്നത്തെ ഒരു സാഹചര്യം. അപ്പോൾ 77 ഭേദഗതിയിലാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നുള്ള രണ്ട് കാര്യങ്ങൾ കൂട്ടിച്ചേർത്തത്. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, മതസമവായം വേറെ, മതനിരപേക്ഷത വേറെ. അതൊരു മതനിരപേക്ഷത എന്ന് പറയുമ്പോൾ അതൊരു സോവിയറ്റ് യൂണിയനെ പ്രീണിപ്പിക്കാനുള്ളൊരു കാര്യം ആണെന്നും നമുക്ക് കരുതപ്പെടാം. അങ്ങനെയും കരുതുന്നവരുണ്ട്. അതും തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതിനെ ഇപ്പോൾ RSS എതിർക്കുന്നുണ്ട്. RSS പതിയെ ഹിന്ദു രാഷ്ട്ര സങ്കല്പത്തിലേക്ക് വരുന്നുണ്ടോ എന്ന് കരുതേണ്ടി വരും. കാരണം ഹിന്ദു രാഷ്ട്രം എന്നുള്ളൊരു കാര്യം കേൾക്കുമ്പോൾ ആദ്യം നമുക്ക് ഒരു ജിഹാദി രാജ്യമാണെന്നോ അല്ലെങ്കിൽ ഒരു അഫ്ഗാനിസ്ഥാൻ്റെ ഒരു താലിബാൻ വേർഷനാണെന്നോ എന്നൊക്കെ നമുക്ക് പലരും എതിർക്കുന്ന ഒരു വിമർശകർ പറയാം. പക്ഷേ ഹിന്ദു രാഷ്ട്ര സങ്കല്പം എന്ന് പറയുമ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. കാരണം തിരുവിതാംകൂർ ഒരു തിയോക്രാറ്റിക് രാജ്യമായിരുന്നു. പത്മനാഭദാസന്മാരായിട്ടാണ് വാഴുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഇപ്പോൾ തിരുവിതാംകൂറല്ല, കൊച്ചി എടുത്താലും നമ്മൾ മലബാർ എടുത്തു കഴിഞ്ഞാലും ഏകദേശം ഒരു തിയോക്രാറ്റിക് സ്വഭാവമുള്ള രാജ്യങ്ങൾ, ഹിന്ദു രാജ്യങ്ങൾ തന്നെയായിരുന്നു. ഇവിടെയെല്ലാം ലോകത്തെമ്പാട് നിന്നും മാറ്റി ഓടിക്കപ്പെട്ട യഹൂദർക്ക് പോലും ഇവിടെ അഭയം കൊടുത്ത സ്ഥലങ്ങളാണ്. അപ്പോൾ ഹിന്ദു രാഷ്ട്രം അനിവാര്യമായും സെക്യുലറാവും, അല്ലെങ്കിൽ മതസമവായം ഉണ്ടാവും എന്നൊക്കെ കരുതപ്പെടുകയാണ്. അപ്പോൾ ഇത്തരം ഘടകങ്ങൾ ഹിന്ദു രാഷ്ട്ര സങ്കല്പത്തിന് ഊർജം പകരുകയാണ്, ശക്തി പകരുകയാണ്. അതിപ്പോൾ പല ഭാഗത്തു നിന്നും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ചർച്ചകളുണ്ട്. ചിലപ്പോൾ ഭാരതം പതിയെ ഹിന്ദു രാഷ്ട്രത്തിലേക്ക് വന്നാലും അതിശയപ്പെടേണ്ടതില്ല. കാരണം അങ്ങനെ ആവും കാര്യങ്ങളുടെ പോക്ക്. കാര്യം ഇപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ 1865 തോന്നുന്നു, റോബർട്ട് കാഡ്വെൽ എന്ന ബിഷപ്പ് റോബർട്ട് കാഡ്വെൽ, അദ്ദേഹം സുവിശേഷ പ്രവർത്തനങ്ങൾക്കായിട്ട് മദ്രാസിലെത്തുകയും എന്നിട്ട് അദ്ദേഹം തമിഴ് ബ്രാഹ്മണരെ കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പം ശ്രമം ഒരുപാട് ശ്രമിച്ചു. അപ്പോൾ അതിൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ അദ്ദേഹം നന്നായിട്ട് പരാജയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം വരികയാണ്. അദ്ദേഹം തമിഴ് ബ്രാഹ്മണരെ കൺവേർട്ട് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു.
പരാജയപ്പെട്ടപ്പോൾ അത് ആ ദേഷ്യം വെച്ചിട്ടാണ് മറ്റുള്ളവരോട്, കാരണം എനിക്ക് തോന്നുന്നു അന്നത്തെ നാടാർ സമുദായം, അങ്ങനെയുള്ള നമ്മുടെ ചാന്നാർ സമുദായത്തിനോടൊക്കെ അദ്ദേഹം ഇടപെടുകയും അവിടെ നിന്ന് ഒരു നല്ലൊരു ഭാഗം പേരെ കൺവേർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുകയാണ്. അപ്പം പിന്നെ അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ, ഡോക്യുമെൻ്റ് ചെയ്ത പഠനങ്ങളാണ് ആദ്യമായിട്ട് ഈ ദ്രവീഡിയൻ മൂവ്മെൻറ്റിന് ബീജാപാപം ചെയ്യുന്നത്. 1865 അദ്ദേഹം എഴുതി പോയിട്ടുണ്ടെന്നുള്ളതല്ലാതെ ആ ദ്രവീഡിയൻ മൂവ്മെൻറ്റിന് കാര്യമായ ശക്തിയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ 1865 പറഞ്ഞ അദ്ദേഹം സ്വപ്നം കണ്ട ആ ഒരു വിഘടനവാദം ഒരു 80-100 വർഷം വന്നപ്പോൾ പ്രാവർത്തികമായി തമിഴ്നാട്ടിലൊക്കെ. അപ്പോൾ ഇങ്ങനൊരു ആശയം, ഈ ഹിന്ദുരാഷ്ട്രവാദം എന്നുള്ളൊരു ആശയം ഇട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ചർച്ചകൾക്കും കാര്യങ്ങൾക്കൊക്കെ വിധേയമായി ഒരു മാറ്റം സംഭവിക്കാം. ഇന്നിപ്പോൾ വിശ്വഗുരു എന്നൊക്കെ മോദിയെ കളിയാക്കി പറയുകയും അല്ല അനുകൂലിക്കുകയും ചെയ്യുന്നൊക്കെ ഉണ്ടെങ്കിലും ഭാരതത്തിനെ ഒരു സൊല്യൂഷനായിട്ട് നോക്കിക്കാണുന്ന ലോകരാഷ്ട്രങ്ങളും പോലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിനോടൊപ്പം ഹിന്ദുത്വം എന്നുള്ളൊരു ആ ഒരു വിചാരധാര കൂടെ അതിനും കൂടെ ഒരു ഇമ്പോർട്ടൻസ് കിട്ടുകയാണ്. അപ്പം നാളെ അതുകൊണ്ട് ഒരു ഹിന്ദുരാഷ്ട്രം എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സ്വപ്നത്തിന് സാക്ഷാത്കാരം ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പോൾ എതിർക്കുന്നവർ പ്രധാനപ്പെട്ട ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റും ഇത് തന്നെയായിരിക്കും. കാരണം സെക്കുലറാണ് ഇന്ത്യ എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ എന്തും നടക്കുമെന്ന രീതിയിലാണല്ലോ ഇപ്പോൾ നമുക്ക് ഇടതുപക്ഷക്കാരൊക്കെ പറയുന്നത്. സെക്കുലർ ആ ഒരു കൺസെപ്റ്റിലാണ് പറയുന്നത്. പക്ഷേ ഈ സെക്കുലർ എന്ന് പറയുന്നതിനെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടല്ലേ കേരളത്തിലെ ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത്, ഇന്ത്യയിലെ തന്നെ ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത്. അതൊരു ഡിബേറ്റബിൾ ആയിട്ടുള്ള ഇഷ്യൂ ആണ്. അത് സംഘപരിവാർ വെർഷൻ അങ്ങനെയാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ഈ ഇപ്പോൾ നമ്മുടെ സായി ദീപക് അതുപോലുള്ള റൈറ്റ് വിങ് ഇൻ്റലക്ച്വൽസ് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ഹിന്ദുത്വം അനിവാര്യമായിട്ടും മതസമവായത്തിന് ഉയർത്തിപ്പിടിക്കുന്നതാണെന്നാണ് പറയുന്നത്. മതനിരപേക്ഷതയല്ല, മതസമവായം. എല്ലാവുമായിട്ട് സമവായം ഉണ്ടാവും, ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഞാനീ പറഞ്ഞ ഈ ട്രാവൻകൂർ പത്മനാഭദാസന്മാരായിട്ടുള്ള ഒരു രാജ്യത്ത് എങ്ങനെ മതസ്വാതന്ത്ര്യം ഉണ്ടായി. മതസ്വാതന്ത്ര്യം എല്ലാ അർത്ഥത്തിലും ക്രിസ്ത്യൻ പോലുള്ള മതസമൂഹങ്ങൾക്ക് തിരുവിതാംകൂർ രാജ്യം കൊടുത്തപ്പോൾ തൊട്ടടുത്ത നൈസാമിൻ്റെ ഹൈദരാബാദിലൊക്കെയാണെന്ന് വെച്ചാൽ ക്രൂരമായ പീഡനങ്ങളാണ് ക്രൈസ്തവ മതവും ക്രൈസ്തവ സമൂഹത്തിനും നേരെയും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഹിന്ദുരാഷ്ട്രം എന്നത് കേവലം ഒരു സങ്കല്പമല്ല, യാഥാർത്ഥ്യമാവാൻ ഉള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. 1933 ചൗധരി റഹ്മത്ത് അലി പാകിസ്ഥാൻ എന്നൊരു ആശയം, 2 രാജ്യങ്ങൾ, ഇരട്ട രാജ്യങ്ങൾ, അതിൽ പാകിസ്ഥാൻ എന്ന മതരാഷ്ട്രം, അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ മുഹമ്മദ് അലി ജിന്ന പോലും സെക്കുലറായിരുന്നു. ഒരു 10-15 വർഷത്തിനുള്ളിൽ യാഥാർത്ഥ്യമായി. അപ്പോൾ അതുപോലെ ഈ ഹിന്ദുരാഷ്ട്ര സങ്കല്പത്തിലേക്കുള്ള അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാലെടുത്ത് വയ്പ്പാണോ RSSൻ്റെതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ശ്രീലക്ക് അതിനെപ്പറ്റി കൂടുതൽ പറയാൻ പറ്റുമല്ലോ ആധികാരികമായിട്ട്? ഹിന്ദുരാഷ്ട്ര സങ്കല്പത്തിൽ തെറ്റില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തുകൊണ്ടാണ് തെറ്റില്ല? അത് പോയിന്റ് അത് തന്നെയാണ്. മതനിരപേക്ഷ ആകാൻ കഴിയുന്ന ഏക വിഭാഗം ഹിന്ദുവാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അല്ല, അപ്പോൾ ഈ രാജ്യത്തിലെ ഈ ന്യൂനപക്ഷമായിട്ടുള്ള പാഴ്സി, ക്രൈസ്തവർ എന്നുള്ള വിഭാഗങ്ങളും സംഘടിത മതം, ഏറ്റവും വലിയ സംഘടിത മതമായിട്ടുള്ള ഇസ്ലാമും അതെങ്ങനെ നോക്കിക്കാണും? അവരെങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതല്ലല്ലോ. അവർ നേരത്തെ ജീവിച്ചിരുന്ന കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹിന്ദുവിന് മാത്രമേ സെക്കുലറായി നിലനിൽക്കാൻ കഴിയൂ എൻ്റെ വിശ്വാസം. ബാക്കി എല്ലാ മതങ്ങളും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്നതും ഇവിടെ വന്നിട്ടുള്ള ആധിപത്യം സ്ഥാപിച്ചിട്ടുള്ള മതങ്ങളുമാണ്. ഹിന്ദു മതം പ്രചരിപ്പിക്കാനോ അല്ലെ ആശയം പ്രചരിപ്പിക്കാനോ, ഹിന്ദു എന്ന സംസ്കാരം ഹിന്ദു ഒരു സംസ്കാരമാണെന്ന് വിശ്വസിക്കുന്ന ആൾ കൂടിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു മതമാണെന്നതിനപ്പുറത്തേക്ക് ആ സംസ്കാരത്തിലുള്ളവർക്ക് മാത്രമേ ഒരു പക്ഷേ എല്ലാ മതവിഭാഗങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അതുകൊണ്ട് ഹിന്ദുരാഷ്ട്രമായാലും തെറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ കൺസെപ്റ്റ്. ഇപ്പോൾ RSSൻ്റെ സർസംഘചാലകം പറയുന്നില്ലേ, കാരണം മുസ്ലിം ഹിന്ദുവാണ്, മുസ്ലിമിനെ ഒഴിച്ചു നിർത്തിയൊരു ഹിന്ദു ഇല്ല. അപ്പോൾ അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അവർക്ക് RSS അക്കാര്യത്തിലൊക്കെ ഒരു യൂട്ടേൺ എടുത്ത പോലുള്ള സമീപനമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ താല്പര്യങ്ങൾ എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും? കാരണം എന്താ പറഞ്ഞാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചോളം അവന് ശരീഅത്ത് നിയമങ്ങളുണ്ട്. ഏകീകൃത സിവിൽ കോഡ് വന്നപ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങൾ വന്നപ്പോൾ എങ്ങനെയാണ് ആ സമൂഹം പ്രതികരിച്ചതെന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ അവരുടെ വൈകാരികമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളിൽ അവരെ കൺസിഡർ ചെയ്യാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? ഒരു മുസ്ലിം ജനവിഭാഗത്തിന് ഹിന്ദു രാഷ്ട്രത്തിൻ്റെ കീഴിൽ ജീവിക്കാൻ പറ്റും? കീഴിലല്ലെങ്കിൽ തോളോട് തോള് ചേർന്ന് ജീവിക്കുക എന്നുള്ളൊരു കാര്യം പോസിബിളാണോ?
തീർച്ചയായും പോസിബിൾ ആകേണ്ട കാര്യമാണ്. പോസിബിൾ ആകുമോ എന്ന് വെച്ചാൽ ഒരു വിഭാഗം സംഘടിതമായി നിൽക്കുമ്പോൾ അവർക്ക് അവരുടേതായ ചില രീതികളൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ ഏകീകൃത സിൽക്ക് കോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം 3-4 പിന്തുടർച്ചാവകാശം 3-4 കാര്യങ്ങൾ മാത്രമാണ് ഏകീകൃത സിൽക്ക് കോഡ്. അവരുടെ വിശ്വാസത്തെ സംബന്ധിക്കുന്നതോ അല്ലെ മറ്റു കാര്യങ്ങളൊന്നും ഇടപെടുന്നില്ല. ഒരു രാജ്യത്ത് നിയമമുള്ളപ്പോൾ ആ നിയമത്തിനനുസൃതമായി എല്ലാ വിഭാഗങ്ങളും ഒരുപോലെ ജീവിക്കണം എന്നുള്ളത് കൊണ്ടാണല്ലോ ഏകീകൃത സിൽക്ക് കോഡ് വരുന്നത്. അതിൽ പിന്തുടർച്ചാവകാശം, വിവാഹ നിയമം, അങ്ങനെ 2-3 കാര്യങ്ങളിൽ മാത്രമേ ഈ ഏകീകൃത സിൽക്ക് കോഡ് അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയാൻ കഴിയില്ല. ഇവിടുത്തെ സ്ത്രീകളൊക്കെ ഏകീകൃത സിൽക്ക് കോഡിനെ അംഗീകരിക്കുന്നവരാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പല സ്ത്രീകളും എന്നോട് സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദി പെട്ടെന്ന് ഏകീകൃത സിൽക്ക് കോഡ് കൂടി കൊണ്ടുവരട്ടെ എന്ന് പറയുന്ന ഒരുപാട് സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകീകൃത സിൽക്ക് കോഡ് അവർക്ക് ഏതെങ്കിലും രീതിയിൽ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിൽ കുറേ സ്ത്രീകളും അവിടെ തന്നെയുള്ള സ്ത്രീകളും വിശ്വസിക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഏകീകൃത സിൽക്ക് കോഡ് വരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് അവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലാത്തത് കൊണ്ട്, ഇപ്പോൾ പൗരത്വ ഭേദഗതിയൊക്കെയാണല്ലോ ഇവർ പറയുന്നത്, യഥാർത്ഥത്തിൽ അതൊക്കെ ഒരു സുരക്ഷ ഉറപ്പാക്കുന്ന കാര്യമല്ലേ? നമ്മുടെ രാജ്യത്തേക്ക് മറ്റൊരാൾ കടന്നു വരാതെ അല്ലെ ഒരു ആരാണ് ജീവിക്കുന്നത് അറിയാനുള്ള അവകാശം ബാക്കിയുള്ളവർക്കും അവകാശപ്പെട്ടതല്ലേ? അപ്പോൾ ഈ വിഷയങ്ങളെയൊക്കെ സത്യത്തിൽ രാഷ്ട്രീയപരമായി മുതലെടുക്കുന്നത് കൊണ്ടാണ് ഈ വിഭാഗത്തെ വോട്ട് ബാങ്കിന് വേണ്ടി നിലനിർത്തുന്നതുകൊണ്ട് മാത്രമാണ് ഒരു വിഭാഗത്തെ മാറ്റി നിർത്തി ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് നമ്മളോടൊപ്പം ജീവിക്കാൻ കഴിയില്ല എന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഹിന്ദു എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളൊക്കെ സെക്കുലർ ആയിട്ടുള്ള ആൾക്കാരല്ലേ, നമ്മളൊക്കെ ഒരു വിഭാഗത്തിൽ വിശ്വസിക്കും. മറ്റൊരാളുടെ മതവിശ്വാസങ്ങളെയോ അല്ലെങ്കിൽ മറ്റൊരാളെ ഒന്നും വ്രണപ്പെടുത്താൻ പോകുന്നില്ല. നമുക്ക് നമ്മുടെ ഒരു സംസ്കാരത്തോടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു വിശ്വാസത്തോടെ നമ്മൾ മതിപ്പുള്ള പോലെ തന്നെ നമ്മൾ മറ്റു മതവിഭാഗക്കാരുടെ വിശ്വാസത്തെയും നമ്മൾ അംഗീകരിക്കുന്നില്ലേ? അതിൽ എന്ത് തെറ്റാവുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഹിന്ദു ആയിരിക്കുമ്പോഴും ഞാൻ എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരാളാണ്. കൃത്യമായ രാഷ്ട്രീയമുള്ളപ്പോഴും എല്ലാ വിഭാഗങ്ങളോടും വളരെ മര്യാദയ്ക്ക് ഇടപെടുന്ന ഒരാളാണ്. അങ്ങനെ ഹിന്ദുവിന് ചെയ്യാൻ കഴിയും. അതിനപ്പുറത്തേക്ക് ഒരു വിഭാഗത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമമൊന്നും ഹിന്ദുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ശീല പറയുന്നത് എന്താ പറഞ്ഞാൽ, ഒരു ഹിന്ദുരാഷ്ട്രം വളരെ നിഷ്കളങ്കമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ മറ്റുള്ള വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് സംഘടിത മുസ്ലിം വിഭാഗങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്നുള്ളതാണോ? ഞാൻ അങ്ങനെ തന്നെ വിചാരിക്കുന്നത്. കാരണം ആലോചിച്ച് നോക്കൂ, ഹിന്ദുക്കൾ മെജോറിറ്റിയുള്ള ഇന്ത്യയിലാണല്ലോ കുറച്ച് പ്രശ്നങ്ങൾ മുസ്ലിംസിന് കുറവുള്ളതെന്ന് ആലോചിച്ച് നോക്കൂ. മറ്റേത് രാജ്യം എടുത്ത് നോക്കിയാലും ആ രാജ്യത്തെല്ലാം മുസ്ലിങ്ങളും തമ്മിൽ പ്രശ്നങ്ങളല്ലേ? ഷിയയ്ക്ക് സുന്നികളുമായ പ്രശ്നം, സുന്നിക്ക് ഷിയയുമായ പ്രശ്നം, ഇങ്ങനെ എല്ലാ രാജ്യത്തും ഇല്ലേ? എവിടെയെങ്കിലും ഹിന്ദു ഉണ്ടായിട്ടാണോ ലോകരാഷ്ട്രങ്ങളിലൊക്കെ ഈ പ്രശ്നം ഉണ്ടായിട്ട്? അപ്പോൾ ഇത്തരം ഒരു കാര്യങ്ങളാണ് ഹിന്ദുരാഷ്ട്ര സങ്കല്പം അല്ലെങ്കിൽ ഹിന്ദുരാഷ്ട്രം എന്നുള്ളൊരു കോൺസെപ്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്ന അവരുടെ ഒരു ഇൻ്റലിജൻറ്റ് വിങ്ങും. എനിക്ക് തോന്നുന്നു ബിനോയ് കുമാർ സർക്കാർ എന്ന ഒരു വ്യക്തി, അദ്ദേഹമായിരുന്നു ഹിന്ദുരാഷ്ട്ര സങ്കല്പം ആദ്യമായിട്ട്, ഹിന്ദുരാഷ്ട്രം എന്നുള്ളൊരു സംഗതി ആദ്യമായിട്ട് പറഞ്ഞു വെച്ചത് സവർക്കറിന് മുന്നെയാണ്. ഇനിയിപ്പോൾ അതൊക്കെ ഒരു ചർച്ചയാവുമെന്നൊക്കെ കണ്ടറിയണം. കാരണം ഈ ബിനോയ് കുമാർ സർക്കാർ എന്നുള്ള വ്യക്തി, അദ്ദേഹം നാസി ദേശീയതയൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അതൊക്കെ ഇനി ചർച്ചയാവുമോ? അപ്പോൾ നാസി തലത്തിലുള്ള ഒരു മതരാഷ്ട്രമാവുമോ ഹിന്ദുരാഷ്ട്രം എന്നൊക്കെയുള്ള ചർച്ചകൾക്ക് അത് വഴിവരുന്നിടും. പിന്നെ ഇതിന് വേറൊരു തലം കൂടിയുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ, ഇപ്പോൾ ഹിന്ദുരാഷ്ട്രം എന്ന സംഗതി പ്രാവർത്തികമാക്കണം എന്ന് ശഠിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്ന ഉദാഹരണം എന്ന് പറഞ്ഞാൽ യൂറോപ്പും UK ഒക്കെയാണ്. അവിടെ ഈ വോക്കിസവും ലെഫ്റ്റിസവും ഒക്കെ പറഞ്ഞപ്പോൾ അവിടേക്ക് വന്ന അഭയാർത്ഥി പ്രവാഹവും പിന്നെ സർവ്വ സ്വാതന്ത്ര്യവും കൊടുത്തപ്പോൾ ആ രാജ്യങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് അല്ലേ? തീർച്ചയായും. അപ്പോൾ അത് തന്നെ ആയിരിക്കും ഒരുപക്ഷെ ഹിന്ദുരാഷ്ട്രം വന്നാൽ വലിയ അപകടമില്ലെന്ന് എന്നെപ്പോലുള്ളവർ ചിന്തിക്കാനുള്ള കാരണവും അത് തന്നെയാവും. കാരണം ഏറ്റവും സെക്യുലർ ആയിരിക്കാൻ പറ്റുന്നത് ഹിന്ദുവിന് മാത്രമാണ് എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. മറ്റുള്ള സെമിറ്റിക് മതങ്ങൾ ഇവിടെ വരികയും ആധിപത്യം സ്ഥാപിക്കുകയും ഇവിടെയുള്ള ഇൻഹാബിറ്റൻ്റ് ആയിട്ടുള്ള ഇവിടുത്തെ സംസ്കാരത്തെ ഇല്ലാതാക്കാനും ഒക്കെയുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് വലിയ അപകടകരമായ ഒരു സിറ്റുവേഷൻ ഒന്നുമില്ല. പിന്നെ രാഷ്ട്രീയം നോക്കി ചിന്തിക്കുന്നവർ രാഷ്ട്രീയത്തിൻ്റെ ഒരു അതിപ്രസരം കൊണ്ടും രാഷ്ട്രീയപരമായി ഒരു സംഘടിത മതവിഭാഗം അപ്പുറത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ വ്യാപകമായി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എബ്രാഹിമിക് മതങ്ങൾ സ്വതവേ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, തങ്ങളുടെ വഴി മാത്രമാണ് ശരി, തങ്ങളുടേത് മാത്രമാണ് ന്യായമായിട്ടുള്ളത്, തങ്ങളുടെ ദൈവമാണ് ഒരേ ഒരു ദൈവം, ബാക്കിയുള്ളതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ളതാണ്. അതിൽ നിന്ന് വിഭിന്നമായിട്ട് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു രീതിയിലുള്ള ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അത് ആ ഒരു സങ്കല്പം യാഥാർത്ഥ്യമാക്കുന്നെങ്കിൽ അത് നല്ലതാണെന്ന് തന്നെ കരുതേണ്ടി വരും. ചിലപ്പോൾ അത് എത്രത്തോളം ശരിയാവും, അതിനെ എത്രത്തോളം മിസ്യൂസ് ചെയ്യും എന്നുള്ളത് നമുക്കറിയില്ല. യൂണിഫോം സിവിൽ കോഡ് അടക്കമുള്ള വിഷയങ്ങളിൽ പലപ്പോഴും മുസ്ലിം മതവിഭാഗങ്ങൾക്ക് എതിരാണെന്ന് പ്രചരിപ്പിക്കപ്പെടുമ്പോഴും
മുസ്ലിം വിഭാഗത്തിലെ സ്ത്രീകളടക്കമുള്ളവർ യൂണിഫോം സിവിൽ കോഡ് അടക്കം വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഒരുപക്ഷെ മറ്റു മതങ്ങളെക്കാളേറെ ഹിന്ദു മതത്തിനും സംസ്കാരത്തിനും മാത്രമാണ് മറ്റു മതവിഭാഗങ്ങളെ കൂടുതലായി ഉൾക്കൊള്ളാനും അവരോടൊപ്പം ഒരുമിച്ച് ജീവിച്ചു പോകാനും കഴിയുന്നത്. അതുകൊണ്ട് ഈ ഹിന്ദു രാഷ്ട്രവാദമെന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പറയുന്ന അപകടമൊന്നും ഹിന്ദു രാഷ്ട്രവാദം എന്നതിലില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.